ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന പദപ്രയോഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഉത്തരവാദിത്വപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവ് പ്രയോഗിച്ചതായിട്ട് അറിയാമോ? എനിക്കറിയാവുന്ന രണ്ടേ സന്ദർഭങ്ങളേ ഉള്ളൂ. വ്യക്തിപൂജയ്ക്ക് സമാനമായ രീതിയിൽ രണ്ട് നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. അതിലൊന്ന് പ്രതികരിച്ചത് വി എൻ വാസവനാണ്. വി എൻ വാസവൻ എന്താ പറഞ്ഞത്? ഐശ്വര്യമാണ് എന്ന് പറഞ്ഞു. അതായത് വി എൻ വാസവൻ പറഞ്ഞ എക്സാക്ട് വാചകം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതിന് സജി ചെറിയാൻ പിന്നീട് മറുപടിയും പറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നവകേരള സദസ്സിൻ്റെ യാത്രയിലാണ് പറയുന്നത്. ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണ് എന്നാണ് വി എൻ വാസവൻ പറയുന്നത്. അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് നമ്മളടക്കമുള്ള ആളുകൾ ഇരുന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി, ഒരു പാർട്ടിയിലെ സമുന്നതനായ ഒരു നേതാവ് അങ്ങനെ പറയാൻ പാടില്ല. സജി ചെറിയാൻ പിന്നീട് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ അസൂയായതുകൊണ്ട് എല്ലാവരും പ്രാഗയും വിളക്ക് വെള്ളമൊഴിച്ചും ഒക്കെയാണ് ആ പ്രാക്ക് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. അതും പറയാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ പോലെ ഒരു സംഘടന മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ടൊരു പാട്ട് എഴുതി കഴിയുമ്പോൾ ചുറ്റുപാടും സ്തുതിപാഠകരാണ് എന്നൊരു നിഗമനത്തിലേക്ക് എങ്ങനെ എത്താൻ ചേരും എന്നുള്ള ന്യായമായ ചോദ്യം ഞാൻ ചോദിച്ചു. ജീവനക്കാരാണ് ഈ സ്തുതിഗാനം തയ്യാറാക്കിയിരിക്കുന്നത്, പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകമല്ല എന്നുള്ളൊരു വസ്തുത അവിടെ ഞാൻ ഒരു പരിധിവരെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതിനോട് യോജിക്കുന്നു. കാര്യം എന്താ, പാർട്ടി എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ അത്തരം സ്തുതിപാഠക ഗീതങ്ങൾ പാർട്ടിയുടെ ഒരു ഫോറത്തിലും അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മതിച്ചിട്ടില്ലെന്ന് മാത്രവുമല്ല, അതിനുശേഷം കടുത്ത വിമർശനം നേരിട്ടുണ്ട്. കാരണഭൂതന്റെ കാര്യം അങ്ങനെയാ. CPM ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല ആ പരിപാടിയെക്കുറിച്ച് പാർട്ടിയിൽ വിമർശനം ഉയർന്നു. പാർട്ടിയുടെ നേതാവായിരിക്കുമ്പോഴാണ് P ജയരാജനുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് PR വർക്കുകളും ഏജന്റുമാരും ഒരുപാട് പേര് വാഴ്ത്തിപ്പാടാനും പൊഴുത്തിപ്പാടാനും ഉണ്ടാവും. അതിനൊന്നും നിങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്നെ ഇനി നാട്ടിലാരും വാഴ്ത്തിപ്പാടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി കുഞ്ഞുഞ്ഞെ എന്ന് വിളിച്ചത് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണോ? കുഞ്ഞുഞ്ഞെ എന്ന് വിളിച്ചത് ആൾക്കാർ വിളിക്കുന്നതിന് സ്നേഹം കൊണ്ട് വിളിക്കും ചില ആളുകൾ. അപ്പോൾ അത് PR വർക്കാണെന്ന് പറയുന്നത് എങ്ങനെയാ? അദ്ദേഹത്തിൻ്റെ ഖബറിൽ പോയിട്ട് ആളുകൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ പോലെ കണക്കാക്കുന്ന മനുഷ്യരുണ്ട്. അത് ഉമ്മൻചാണ്ടിയുടെ കുറ്റം കൊണ്ടാണോ? ഉമ്മൻചാണ്ടി സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ്. അവിടെ പോയിട്ടാണല്ലോ എല്ലാവരും എന്താണ് അദ്ദേഹത്തിന്റെ വിലാപയാത്രയിൽ തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ ആ വിലാപയാത്ര മുഖ്യമന്ത്രി എന്ന നിലയിൽ ആളുകളാണ്. ആ സേവനത്തിന് കിട്ടുന്നൊരു അംഗീകാരമാണ്. അത് ആ ഘട്ടത്തിൽ കിട്ടുന്നുണ്ടായിരിക്കാം. അതിന് ചുറ്റുപാടും സ്തുതിപാഠകരാണ് എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. എന്നാൽ അതേസമയം തന്നെ ഈ പറയുന്ന വാഴ്ത്തുപാട്ടുകളുടെ ഒരു ഫ്യൂഡൽ പാരമ്പര്യം തുടരുന്നത് പാർട്ടി ശരിയാണോ എന്നുള്ളത് പാർട്ടിയാണ് പരിശോധിക്കേണ്ടത്. പക്ഷേ ഇത് പാർട്ടി ഇതിനകത്ത് നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. പാർട്ടി നേരിട്ട് ഈ വിഷയത്തിൽ ഒരു സ്തുതിപാഠക ഗീതവും ഒരാൾക്കെതിരെയും അല്ലെങ്കിൽ ഒരാൾക്ക് അനുകൂലമായിട്ടും എഴുതിയിട്ടില്ല. ആകെ ഉണ്ടായത് ഈ കാരണഭൂതൻ എന്ന് പറയുന്ന തിരുവാതിര. ആ പരിപാടിയെക്കുറിച്ച് നിശ്ചിതമായ വിമർശനം വന്നു, പാർട്ടിക്കുള്ളിൽ വിമർശനം വന്നു. അതുണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഒരിടത്തും വന്നിട്ടില്ല. ബാക്കിയുള്ള CM-ന്റെ പാട്ട്, അത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അത് ഉപയോഗിച്ചിരുന്ന പാട്ടുകളുണ്ട്. അത് എല്ലാവരും ഉപയോഗിക്കുന്ന പാട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പാട്ട് എഴുതിയിട്ടില്ലേ? തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എത്ര പാട്ടുകൾ എഴുതിയിരിക്കുന്നത്? ഹീറോ രാഹുൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇവിടെ നോക്കൂ, അവിടെയാണ് എന്റെ സംശയം. പാർട്ടി സ്തുതിഗാനം എഴുതിയിട്ടുണ്ടോ? എവിടെയെങ്കിലും ഇല്ല. പകരം എന്താ, മുഖ്യമന്ത്രി എന്ന നിലയിൽ നിൽക്കുന്ന സമയത്ത് ഭരണവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ ഒരു പരിപാടിയിൽ അവിടുത്തെ ജീവനക്കാരൊരു പാട്ട് എഴുതുന്നു. അതിന് മുഖ്യമന്ത്രിയെ പഴിക്കുന്നതിന് കാരണം എന്ത്? പാർട്ടിയെ പഴിക്കുന്നതിന് കാരണം എന്ത്? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ടായിരുന്നു. ഇപ്പം നമ്മൾ കേരളത്തിൽ ഏറ്റവും പോപ്പുലറായ CPM മുഖ്യമന്ത്രി ആരായിരുന്നു? നയനാറല്ലേ? EK നയനാറുടെ ഒരു പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് ചെറിയ കാര്യത്തിൽ എതിരാളികൾക്ക് പോലും ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ നർമ്മവും. പിന്നെ നമുക്കറിയാമല്ലോ, തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി പയ്യാമ്പലത്തിലേക്ക് എത്തുന്ന EK നയനാറുടെ പിന്നെ ഘോഷയാത്രയിൽ, അന്ത്യയാത്രയിൽ ആ EK നയനാരെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന പാർട്ടിയാണ് CPM. EMS ആണല്ലോ. ഞാൻ EMSൻ്റെ പല പരിപാടികളിൽ ആളുകൾ വന്നിട്ട് കാലിൽ തൊട്ട് തൊഴുന്ന് കണ്ടിട്ടുണ്ട്. കാലിൽ തൊട്ട് EMSൻ്റെ തൊഴുന്ന് കണ്ടിട്ടുണ്ട്. ഭൂമി കിട്ടിയ മനുഷ്യ, ഭൂമി കിട്ടിയ ശരിയാണോ? അല്ലല്ല, ശരിയല്ല. അത് അനുവദിക്കത്തില്ല. ഇവിടെയുണ്ടോ? ഇവിടെയുണ്ട്. പ്രശ്നം അതാണ്. ഞാൻ നേരിട്ട് അനുവദിക്കത്തില്ല. വളരെ പെട്ടെന്ന് അദ്ദേഹം തട്ടി മാറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഇവർക്ക്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സ്മൃതി പറയുന്നൊരു പ്രശ്നം, ഇത്തരത്തിൽ വാഴ്ത്തുപാട്ടുകൾ എഴുതാനും പാടാനും പറ്റുന്നൊരു സാഹചര്യം എങ്ങനെ രൂപപ്പെട്ടു വരുന്നു? ഇത് പാർട്ടി അന്വേഷിക്കും. അവിടെയാണ് പ്രശ്നം. ഞാൻ പറയട്ടെ, ഇപ്പം നിങ്ങൾ പറഞ്ഞ ശരിയാ. അവിടെയാണ് ആ മനോനില. അതായിരുന്നു ഇപ്പൊ നമ്മളെ പോയിന്റിലെത്തി. നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു സ്ത്രീ അധിക്ഷേപിച്ചത് ഏതൊരു സ്വഭാവത്തിലാണ്? എങ്ങനെ അധിക്ഷേപിച്ചത്? സ്തുതിപാഠകരാണോ ചുറ്റുമുള്ളത്? വളഞ്ഞിട്ട് ആക്രമിച്ചത് ജാതി പറഞ്ഞാണ്. ചുറ്റുമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ അധിക്ഷേപിച്ച് മോശം പരാമർശങ്ങളിലൂടെ കേരളത്തിൽ ഇങ്ങനെ ഏറ്റവും കൂടുതൽ അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞ് അപമാനിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് പിണറായി
വിജയൻ എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയമുണ്ടോ? ഇല്ല, എനിക്ക് സംശയമില്ല. അതല്ല, അത് അല്ല, അങ്ങനെയാണെങ്കിൽ അധിക്ഷേപത്തിന്റെ കാര്യമാണ് മുഖ്യമന്ത്രി അല്ല, പറഞ്ഞത്. ആദ്യം അധിക്ഷേപങ്ങൾക്കിടയിൽ ഒരിടത്ത് ദാ അത് പാടില്ല, അത് പാടില്ല. അല്ല, അങ്ങനെ പറ്റില്ല. മുഖ്യമന്ത്രി പറഞ്ഞോട്ടെ. അല്ല, ആയിക്കോട്ടെ. നിങ്ങൾ എത്ര പ്രാവശ്യം മുഖ്യമന്ത്രിയെ കോട്ട് ചെയ്തു കഴിഞ്ഞു. ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി പറഞ്ഞ അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല. ഇപ്പം ആദ്യമായി നിങ്ങളുടെ വാദം പൂർത്തിയാക്കുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞൊരു എൻട്രി പോയിന്റാ. പിണറായി വിജയനല്ല കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആക്ഷേപിക്കപ്പെട്ടത്. KR ഗൗരിയമ്മേന്റെ നാട്ടുകാരിയാ. ഗൗരിയമ്മയെ കോവത്തിന്ന് വിളിച്ചിട്ടുണ്ട്, മച്ചിപ്പെണ്ണ എന്ന് വിളിച്ചിട്ടുണ്ട്, അല്ലെ, പച്ചരിക്കള്ളി എന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ മുദ്രാവാക്യമുണ്ട്. KR ഗൗരി, പച്ചരിക്കള്ളി, മച്ചിപ്പെണ്ണെ എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ മുദ്രാവാക്യം ഉയർന്നിട്ടുണ്ട്, അല്ലെ. അങ്ങനെ ആദ്യമായി ജാതി പറഞ്ഞ് അധിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ആള് പിണറായി വിജയനല്ല. അത് കേരളത്തിൽ ഞാൻ പറഞ്ഞില്ല. ഈ രീതിയിൽ അധിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ഒട്ടേറെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയൊക്കെ വളരെ മോശമായിട്ട് തന്നെയാണ് കേരളത്തിൽ പല ജന്മി വരേണ്യ വിഭാഗങ്ങളെല്ലാം ചിത്രീകരിച്ചിട്ടുള്ളത്. ആ കാര്യത്തിനകത്തൊന്നും ഒരു സംശയമില്ല. പക്ഷേ അങ്ങനെ ഒരുപാട് അധിക്ഷേപങ്ങൾ വരുമ്പോൾ കുറച്ച് പുകഴ്ത്തൽ വരട്ടെ എന്ന് വല്ലാതെ അധിക്ഷേപിക്കുമ്പോൾ ലേശം പുകഴ്ത്തൽ വരുന്നത് നിങ്ങളെ അസ്വസ്ഥരാക്കും. അതാണ് വരി, അതാണ് വരി എന്ന് പറഞ്ഞാൽ അതിനെ എന്റെ മനസ്സിലാക്കൽ, എന്റെ പൊന്നു സാറേ, എന്റെ മനസ്സിലാക്കല് അതിനകത്ത് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ്. നിങ്ങളെ അസ്വസ്ഥമാക്കും എന്ന് പറഞ്ഞാൽ ധാരാളം അധിക്ഷേപം വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ എനിക്ക് എന്നെ കുറിച്ച് പുകഴ്ത്തൽ വന്നാൽ അത് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടെന്നേ. ഈ തരത്തിലുള്ള വലിയ എതിർപ്പുകൾ ഉയർന്നു വരുമ്പോൾ അതിന്റെ ഭാഗമല്ലാതെ ഒരാൾ എങ്ങനെ വരുന്നു, ഒരു കൂട്ടർ എങ്ങനെ വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അതിന്റെ ഭാഗത്തിലാണ് എന്നെ പുകഴ്ത്തു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്ങനെ ആര് പറയില്ലെന്നേ. ഞാൻ പറയൂ നിങ്ങൾ അതിപ്പം പിണറായിയും പറയില്ല, ഞാനും പറയില്ല. പിണറായിയും പറയില്ല, ഞാനും പറയില്ല. പക്ഷേ നിങ്ങൾക്ക് പിണറായിയെ കുറിച്ച് കവിത എഴുതാനും പാട്ട് എഴുതാനും പാകത്തുള്ള പ്രവണത സമൂഹത്തിൽ ഉണ്ടാകുന്നെങ്കിൽ അത് മോശമാണെന്ന് ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഈ സർക്കാരിനെതിരെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ വിമർശനം ഉണ്ടായിട്ടില്ലേ? ജില്ലാ സമ്മേളനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉണ്ടാവണമല്ലോ. അതല്ലേ അല്ല അരുൺ സാറേ, ഈ പറയുന്ന പാർട്ടിയിലെ പാർട്ടി വിമർശനം എന്ന് പറയുന്നതും കവിതയും രണ്ടിന് അണ്ട. അത് സ്തുതിപാടല്ല. ഈ പാർട്ടി ഉണ്ടാവണമെന്ന് പാർട്ടി പ്രവർത്തകർക്ക് ആഗ്രഹമുണ്ട്. പാർട്ടി ഉണ്ടാവണമെന്ന് പാർട്ടി പ്രവർത്തകർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവർ വിമർശനം പറയും. പാർട്ടി ഫോറങ്ങളിൽ വിമർശനം പറയും. ചുറ്റിലും എന്ന് പറയുന്ന ടൈറ്റിലൂടെ എനിക്ക് വിയോജിപ്പുള്ളൂ. സ്തുതിപാഠകർ ചുറ്റിലുമുണ്ട് എന്നല്ല, സ്തുതിപാഠകർ അവിടെ ഉണ്ടാവാം. അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയോ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അല്ല. മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ വ്യക്തിപൂജകൾ എല്ലാ തരത്തിലും വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സമാധി വിഷയം ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂരിന് ആരാധകർ ഉണ്ടാവുന്നത് എന്നതുപോലെ എല്ലാ വിഷയങ്ങളിലും ആരാധകർ ഉണ്ടാവുന്നുണ്ട്. ഒരു നേതാവിന് ആരാധകർ ഉണ്ടാവുന്നത് പോലെ പഴംപൊരി കഴിക്കാൻ പോകുന്ന നേതാവിന് പിന്നിൽ പത്രമാധ്യമങ്ങളും PR വരുന്നത് പോലെ ഉണ്ടാവുന്നുണ്ട്. അത് പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് ഇത്തരം പ്രവണതകൾ ഉണ്ടായാൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. Meet the editors.